ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ നല്ല പൊന്തി വന്നൊരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഇതാ അരിപ്പയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് അരിച്ചെടുക്കാം. വറുത്ത അരിപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. പത്തിരിക്കും നൂൽപുട്ടുക്കും ഒക്കെ എടുക്കണേ നൂലപ്പം അതിനൊക്കെ എടുക്കണേ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാട്ടോ അത്. ഇതിൽ ഇതുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു മിക്സിയിൽ, അതുകൊണ്ടാട്ടോ അതിങ്ങനെ. ഇതാണ് നമ്മുടെ സീക്രട്ട്. ഇതെന്താറോ, ഇതാണ് ദോശമാവ്. ഇതൊരു 2 കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുഞ്ഞ് അപ്പക്കാരോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് പൊന്തി വരും കേട്ടോ. ഈ ഒരു രൂപത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പാകാക്കി എടുക്കാം. ഈ ഒരു രൂപത്തിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഒരു രൂപത്തിലാവുന്നത് വരെ വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓപ്ഷനല്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ നമുക്ക് പഴം വേണ്ടത്. ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ നമ്മൾ പഴം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ പഴം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് 2 സൈഡിലും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല മുരിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ആ പഴം നടു മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ചട്ടിയിൽ കൊള്ളണില്ല, അപ്പം ഞാൻ നടു മുറിച്ചിട്ടു. ഇതെല്ലതും ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കാം. രണ്ട് സൈഡും വെന്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. എന്താ നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പഴംപൊരി ആയിട്ടാ, നല്ല പൊന്തി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണേ, നല്ല പൊന്തി വീർത്ത് വന്നിട്ടുണ്ടെന്ന്. കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൊണ്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.